കഴിക്കാവുന്നത് അതോടൊപ്പം ഏത് കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ആരോഗ്യ സംരക്ഷണത്തിന്. ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് 250 ഗ്രാം എള്ളാണ്. എള്ള് നല്ലപോലെ കഴുകിയെടുക്കണം നമ്മൾക്ക്. ഇതിൽ പലതരം അഴുക്കളുണ്ടാവും, പിന്നെ കുറച്ച് മണലും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 2-3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കാം. എള്ളിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ വെറുതെ എള്ളൊന്ന് വറുത്തിട്ട് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അനീമിക് ആയിട്ടുള്ളവർക്കും ഗർഭിണികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് വറുത്ത് ഉണ്ടയൊക്കെ ആക്കി കൊടുക്കുന്നത് അവർക്ക് രക്തക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ നല്ലതാണ്. തലകറക്കൊക്കെ വരും. രക്തക്കുറവൊക്കെ വന്നാൽ നമുക്ക് തലകറക്കം, ഛർദി അതുപോലെയുള്ള പലതരം അസുഖങ്ങളും വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തത് നമ്മൾക്കൊന്ന് വാരാൻ വയ്ക്കുക. വെള്ളമൊക്കെ വാരാൻ വയ്ക്കണം. ഞാനൊരു 2.5 ഗ്ലാസ് ശർക്കര പാനി തയ്യാറാക്കാൻ പോവുകയാണ്. 2.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 250 ml ആണ് ഉണ്ടാവുക. ഇതിലേക്ക് 300 ഗ്രാം കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതിന് നമുക്കൊരു മരുന്ന് പോലെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മിതമായിട്ടുള്ള മധുരം മാത്രം മതി. ശർക്കര അവിടെ നിന്ന് മെൽറ്റായി വരട്ടെ. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് പൊട്ടി അതൊന്ന് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതാണ് പാകം. അപ്പോൾ നമ്മുടെ എള്ളിവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊക്കെ വറുത്തെടുക്കേണ്ട സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എള്ള് വറുത്ത് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവിലൊരു 200 ഗ്രാം അവിലാണുള്ളത്. മട്ട അവിലാണ് ഇതിന് ആവശ്യം. മട്ട അവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവിലുണ്ടാക്കുന്ന മില്ലുണ്ട്, ആ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള അവിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. കയ്യിൽ തൊടുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കും ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നിലക്കടല. ഈ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നിലക്കടല കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. നിലക്കടല നമ്മൾ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. പിന്നെ വിശപ്പ് നമുക്ക് അങ്ങനെ അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാട്ടോ. അപ്പോൾ ഇതും വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉരുളിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. കരിപ്പട്ടിയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. കരിപ്പട്ടി ഇല്ല എങ്കിൽ നമുക്ക് ശർക്കര ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അവിലും എള്ളും ചേർത്ത് കൊടുക്കാം. വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ നിലക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതോ 1 ടീസ്പൂൺ ചുക്കും ജീരകവും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും 1 ടീസ്പൂൺ അളവിൽ മാത്രം മതി. പിന്നെ വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കാറില്ല. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അവിൽ എള്ള് വരട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് നമ്മൾക്ക് കേടാവാതെ കുറേ ദിവസം വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കഴിച്ചാൽ മതി. അപ്പം ഒരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ 2 നേരം മാത്രം കഴിച്ചാൽ മതി. പിന്നെ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കടയിൽ നിന്ന് ഇപ്പോൾ എള്ള് അധികം വീട്ടിലില്ലാതിരിക്കുന്നത് എള്ള് മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് അവിലും ഒക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാം. മുടി വളർച്ചയ്ക്കായാലും എല്ലുബലത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ്.